നമ്മുടെ റെസിപ്പി 2 മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ പഴുത്തിട്ടുള്ള ഏകദേശം ഒരു 3/4 കിലോളം വെയിറ്റ് വരുന്ന 2 മാങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിക്കൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ഇതിലേക്ക് അളന്നിട്ടാണ് ചേർക്കുന്നത്. ഏകദേശം ഇതുപോലത്തെ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു 2.5 കപ്പോളം മാംഗോൻ്റെ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതിവിടെ ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അളന്നെടുക്കുകയാണെന്നെങ്കിൽ ഏകദേശം ഇതുപോലത്തെ 250 ml കപ്പിൽ 1.5 കപ്പ് മാംഗോൻ്റെ പൾപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് നല്ല നാരുള്ള ഫൈബറൊക്കെ ഉള്ള മാങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ചെറിയ അരിപ്പിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു 3/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ചൂടാക്കിയിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ മാത്രം മതിയാകും. നിങ്ങൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. മാങ്ങയ്ക്ക് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം വേണം എടുക്കാനായിട്ട്. ഞാനിതായി ഒരു റിച്ചിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട്. ഇനി ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഏകദേശം ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് സ്റ്റിഫാണ് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ കുറച്ച് ക്രീമി ആയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും പിന്നെ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാകും. ഈ രീതിയിൽ ക്രീമിലൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി എടുത്തുള്ള ആ ഒരു മാംഗോൻ്റെ പൾപ്പ് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ തണുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ആ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് മൊത്തത്തിൽ ചേർക്കണ്ട. ഇതുപോലെ ഒരു 3/4 ഭാഗം ചേർത്തിട്ട് ജസ്റ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ മതിയാകും. ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു രീതിയിൽ വേണം ഐസ്ക്രീമിൻ്റെ ബാറ്റർ കിട്ടാനായിട്ട്. ഒത്തിരി സ്റ്റിഫായിട്ട് വരരുത്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വേണം കിട്ടാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൗളിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലത്തെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ട്രേ ആണുള്ളത് അതിൽ സെറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇത് കുറച്ച് അധികം തന്നെ ഐസ്ക്രീമിലുള്ള ബാറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ ചെയ്തെടുത്താലും അത്യാവശ്യം ഐസ്ക്രീമിനുള്ളത് ഉണ്ടാകും. ഇതുപോലെ മുകൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രേ നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നല്ല പോലെ കവർ ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ മുകളിൽ ഐസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഫ്രീസറിൽ നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരു ഓവർനൈറ്റെങ്കിലും വെക്കുക. എന്നാൽ നന്നായിട്ട് ഐസ്ക്രീം സെറ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഐസ്ക്രീം ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടെക്സ്ചർ നമുക്ക് എന്തായാലും കിട്ടൂല. ഇതുപോലെ നല്ല സ്മൂത്തി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് കിട്ടുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് ഇതുപോലെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്